പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ കാണാനായിട്ട് രേവതിക്കുട്ടിയും ഗ്രേസിയമ്മയും മാമച്ചായനോടെ വരുവാണ്. അലീനെ കാണുന്നതിന് ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ വന്നിട്ട് രേവതിക്കുട്ടി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവരകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അലീനെ ഒന്ന് കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണ് ഗ്രേസിയമ്മ. അന്നേരം പറയുന്നുണ്ട്, അതിന് കൊണ്ടുപോകാൻ മേലെ എത്ര കാലമായി പോകുമെന്ന് പറയുന്നത്, അതിന് ശല്യം ഒന്ന് പോയി തരണ്ടേ എന്നൊക്കെ പറഞ്ഞ് അലീനെ അവരുടെ മുമ്പിൽ നിർത്തി അങ്ങ് അപമാനിക്കുവാണ് വൈജയന്തി. അന്നേരം ഇത് മുകളിൽ നിന്ന് കേൾക്കുന്ന ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ അവരുടെ കൂടെ പറഞ്ഞു വിടാൻ എനിക്ക് സമ്മതമല്ല എന്ന്. അന്നേരം വൈജയന്തി പറയും, ഇവളെ ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല, ഇവളിവിടെ നിൽക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങ് കൊല്ലപ്പള്ളിക്കാരുടെ രീതിയല്ല ഇവിടെ എനിക്ക് ബാലചന്ദ്രന് എന്നിങ്ങനെ പറയുക കേട്ടോ. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഇവളുടെ സമ്മതം മാത്രം മതി, വേറെ ആരുടെയും സമ്മതം വേണ്ട എന്ന്. ഒരുതരം വാശി. അന്നേരം ബാലേന്ദ്രൻ പറയും, അതങ്ങ് കൈതക്കൽ മാളിക വീട്ടിൽ ചെന്നിട്ട് ചെയ്താൽ മതി, ഇവിടെ നടക്കില്ല, ഇവിടെ അലീനയ്ക്കെതിരെ ഒരു ചെറു വിരൽ ആരും അനക്കിയില്ല എന്ന് തന്നെ പറയുന്നു. അലീനയ്ക്ക് അത്രയും സംരക്ഷണം കൊടുത്ത് ബാലേന്ദ്രൻ നിൽക്കുന്നു എന്നത് ഭയങ്കര വിഷമമാക്കുന്നുണ്ട് വൈജയന്തിക്ക്. വൈജയന്തി ഇങ്ങനെ ദേഷ്യം വന്ന് കടിച്ചു പിടിച്ച് നിൽക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്ന അലീനയാണ്. അത് കഴിഞ്ഞ് ഗ്രേസിയമ്മയും രേവതിക്കുട്ടിയും ഒക്കെ പോകാൻ വേണ്ടി ഇറങ്ങുമ്പം ഒരുപാട് സങ്കടത്തോടെ അവർ നോക്കി നിൽക്കുന്ന അലീനയെ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ. ശരിക്കും ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അലീന. അങ്ങോട്ടും പോകാൻ മേല ഇങ്ങോട്ടും പോകാൻ മേല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് രാജീവിനെയാണ്. രാജീവിനും മനുവും കൂടെ സംസാരിക്കുവാണ്. മനു അലീനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ രാജീവൻ മനുവിനോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത്, സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവുമല്ലോ ഈ വിഷയത്തിൻ്റെ ഗൗരവം. അതുകൊണ്ട് നീ ഇതിൻ്റെ അകത്ത് ഇടപെട്ടേക്കരുത്, അയാൾ എന്ത് പറഞ്ഞാലും ശരി അവളെ അവിടുന്ന് ഇറക്കി വിടും എന്ന് കട്ടായം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, നീ ഇതിൻ്റെ അകത്ത് ഇടപെടരുത് എന്നിങ്ങനെ പറയുക. അന്നേരം മനു പറയുന്നുണ്ട്, ഞാനിപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്താണ് നിൽക്കാറുള്ളത്, അതങ്ങനെ അങ്ങ് നിൽക്കുന്നു എന്ന് കരുതിയാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ രാജീവൻ മനുവിനോട് പറയുന്നുണ്ട്, നീ ഇതിൻ്റെ അകത്ത് ഇടപെട്ടേക്കരുത് എന്ന്. ഏതായാലും രാജീവൻ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോഴേലും സത്യം അറിയുമല്ലോ. വൈജയന്തി പറഞ്ഞേക്കുന്നത്, എനിക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്, തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് തല്ലി ഓടിക്കും എന്നൊരു പേടി മനസ്സിൽ തോന്നിക്കണം, ആ രീതിയിൽ പെരുമാറണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആരുടെ മുട്ടുകാലാണ് ഇളകുന്നത് എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.